കർണാടകം നേരിടുന്ന അതിരൂക്ഷമായ വരൾച്ചയുടെ വ്യാപ്തി അറിയാൻ മേക്കദാട്ടുവിലേക്ക് ഒന്ന് പോയാൽ മതി. കാവേരി നദിക്ക് കുറുകെ ഇവിടെയാണ് നിർദ്ദിഷ്ട ഒരു അണക്കെട്ട് വരുന്നത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ മേക്കദാട്ടുവിൽ ഇപ്പോൾ മനം കുളിർപ്പിക്കുന്ന ഒരു കാഴ്ച പോലും നിങ്ങളെ കാത്തിരിക്കുന്നില്ല. ബംഗളൂരുവിലെ തിരക്കുകളിൽ നിന്നു മാറി അവധി ദിനങ്ങൾ ആസ്വദിക്കാൻ സഞ്ചാരികളെത്തുന്ന മേക്കേദാട്ടുവിലേക്കാണ് യാത്ര. 8 കിലോമീറ്റർ നീളുന്ന കാവേരി വന്യജീവി സങ്കേതവും കടന്നുള്ള യാത്ര മനോഹരമായ അനുഭവമാണെന്നാണ് കേട്ടറിഞ്ഞത്. കാവേരി വന്യജീവി സങ്കേതത്തിന് നടുവിലൂടെയുള്ള പാതയാണിത്. മുൻകാലത്ത് പകർത്തിയ ദൃശ്യങ്ങൾ കണ്ട് പച്ച പുതച്ച കാനനപാതയിലൂടെയുള്ള യാത്ര സ്വപ്നം കണ്ടുവരുന്നവർ ഇപ്പോൾ നിരാശപ്പെടേണ്ടി വരും. പാതയുടെ ഇരുവശങ്ങളിലും ഇലകളില്ലാതെ കരിഞ്ഞുണങ്ങിയ മരങ്ങൾ മാത്രം. അതും കടന്ന് കാവേരിക്കരികിലെത്തിയാൽ അതിലും വേദനിപ്പിക്കുന്ന കാഴ്ച. ബംഗളൂരുവിലേക്ക് ജലവിതരണത്തിനും 400 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനത്തിനുമായി അണക്കെട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി പ്രദേശം കൂടിയാണിത്. ആക്ച്വലി ഒരു വീക്കെൻഡ് ഇങ്ങനെ പുറത്തു വന്ന് വിചാരിച്ചായിരുന്നു. ഞങ്ങൾ ഓൺലൈനൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വന്നത്. നോക്കിയപ്പോൾ മൊത്തം വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 80 കിലോമീറ്റർ സഞ്ചരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇതായിരുന്നു അവസ്ഥ. നമ്മൾ കുറേ എക്സെപ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പം വെള്ളവും ഇല്ല, ഒന്നുമില്ല. ആകെപ്പാട് എല്ലാവരുടെ അവസ്ഥ നമുക്ക് കാണാമല്ലോ. കർണാടക നേരിടുന്ന വരൾച്ചയുടെ രൂക്ഷത ഈ കാഴ്ചകളിൽ നിന്ന് വ്യക്തമാണ്. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ കടുത്ത വരൾച്ച അവസാനിക്കാൻ ഒരു നേർത്ത മഴയെങ്കിലും പെയ്യണമേ എന്ന് കർണാടകയിലെ ജനത നിശ്ചയമായും ആഗ്രഹിക്കുന്നുണ്ട്. വറ്റിവരണ്ട കാവേരിയിൽ നിന്ന് സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. കർണാടകം പോലെ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന സംസ്ഥാനമായി മറ്റുള്ള സംസ്ഥാനങ്ങൾ കൂടി മാറാതിരിക്കട്ടെ. കർണാടകത്തിലെ ബംഗളൂരിലൊക്കെ തന്നെ കുടിവെള്ളം ക്ഷാമം കുറച്ച് രൂക്ഷമായി തുടരുകയാണ്.